ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഉള്ള ചില ഞരമ്പന്മാർക്ക് ഒരു പെൺകുട്ടി നല്ല മറുപടി കൊടുത്താണ് ഇന്നത്തെ വീഡിയോ. മാളവിക അനിൽകുമാർ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നറാണ് 10-11 വർഷം മുന്നേ. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ സ്വരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് താരം അക്ബറൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് സംഗീത വിദ്യാർത്ഥികൾക്കല്ലേ, സംഗീതം പഠിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും, കൂടുതൽ ഉപകാരപ്രദമാകുന്ന വീഡിയോ. അല്ലെങ്കിലും പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് അവർ പാട്ട് പാടുവാണെങ്കിൽ നമ്മൾ ആ പാട്ടിനെ ആയിരിക്കും ശ്രദ്ധിക്കുക, അല്ലേ? അത് അല്ലേ വരികളുണ്ട്, ആ വരികളുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സംഗീതത്തെ കൂടുതൽ അറിയാവുന്നവർ ആ രീതിയിൽ ട്യൂണും രാഗവും സ്വരവും ഒക്കെ തേടിപ്പോവും. പക്ഷേ ഇതൊന്നും അല്ലാതെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സും അങ്ങനെയുള്ളതൊക്കെ കാണുന്ന ഞരമ്പന്മാർ, അതായത് റീച്ച് കിട്ടാൻ വേണ്ടി അവിടം കാണിച്ചു, ഇവിടം കാണിച്ചു, നിപ്പിള് കാണിച്ചു, അങ്ങനെ പലതും കാണിച്ചെന്നും പറഞ്ഞ് കമന്റ്, പല വൃത്തികെട്ട കമന്റ് അങ്ങനെ വന്നു. അപ്പൊ അത് സഖി കെട്ടിട്ടായിരിക്കാം അതിനൊരു മറുപടി കൊടുത്തു. അതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിലും നല്ലൊരു മറുപടി സ്വപ്നങ്ങളിൽ കാണില്ലെന്ന് പറഞ്ഞാൽ അതുപോലത്തെയാണ്. ഇത്രയും ധൈര്യവും, അതും പറയണം, നല്ല ധൈര്യവും ഉണ്ട്. നമ്മൾ കമന്റ് ബോക്സിൽ കാണാറില്ലേ, ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുപോലൊക്കെ പറയാൻ തോന്നുന്നു. അത്ര നല്ല ധൈര്യത്തിൽ ഒരു മറുപടിയും കൊടുത്തു. അടിച്ചണ്ണാക്കി കൊടുക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂജൻ ഭാഷ. ഇതാണ് അത്. ശരിക്കും ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വീട്ടിൽ ഇരിക്കുന്ന വെറുതെ ഒന്നും അറിയാതെ ഇരിക്കുന്ന പാവം അമ്മയും പെങ്ങളും ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ. മാളവിക അനിൽകുമാർ, അപ്പോൾ പുള്ളിക്കാരത്തി കൊടുത്ത ആ മറുപടി അതൊന്ന് കേൾക്കാം. ഹലോ, ഇതൊരു സ്പെഷ്യൽ റീലാണ്. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ, ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ? എനിക്കറിയാം, അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരും നിപ്പിള് കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവർക്ക് എന്തോ ഒരു സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം. ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നിപ്പിൾ കവേഴ്സ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും, ചിലർക്ക് സ്കിന്ന് പൊട്ടും. നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്നുണ്ട് ഷർട്ട് ഊരിയിട്ട് 2 നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം, സഹോദരിമാരെ, ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ, അത് മാറ്റാൻ ഇന്ന് മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അത് മാത്രമല്ല, മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വികാരം വരുമല്ലേ ഏത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ചേട്ടന്മാരെ, എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി. എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയോ ഇതൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ. ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഇനി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ, വൈറലാക്കിയില്ലേ, എനിക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, എന്തൊക്കെ കിട്ടും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. എന്തായാലും ചേട്ടന്മാരെ, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ വർഷം മാറരുത്. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണമെന്ന് നമ്മുടെ അവകാശമാണ്. ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. പിന്നെ ആരും അത് കാണുമില്ലല്ലോ ഏത്. അപ്പം എല്ലാവർക്കും നന്ദി, ശുഭദിനം. അപ്പൊ നല്ല മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. 2 വട്ടം കേട്ട് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും അവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾക്ക്
വല്ലതൊക്കെ തോന്നുമല്ലോ. അവരുടെ ഒരു അവസ്ഥ ഓർത്താ എനിക്ക് വിഷമം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടലി അമ്മയും പെങ്ങളെയും പറഞ്ഞു, മനസ്സിലായല്ലോ. രണ്ടാമത് പറയുന്നുണ്ട്, പുരുഷന്മാരും ഇനി ഷർട്ട് ഇടാതെ വെളിയിൽ ഇറങ്ങരുത്. ഇട്ടാ നിങ്ങൾ ഈ നിപ്പിള് പുറത്തോട്ട് കാണാതിരിക്കാൻ ഒട്ടിച്ചു വെക്കുന്നത്, നമ്മുടെ ഓൺലൈനിൽ നോക്കിയാൽ കിട്ടുന്ന സാധനം പെൺകുട്ടികളൊക്കെ വാങ്ങാറുണ്ട്. ഈ ടീഷർട്ട് ഇട്ട് നടക്കുമ്പോ ഒക്കെ ആയിട്ടൊക്കെ വാങ്ങാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് വാങ്ങി, നിങ്ങൾ ആണുങ്ങൾ അത് നിങ്ങളുടെ നിപ്പിള് കാണുമ്പോൾ സ്ത്രീകൾക്കും വല്ലതും തോന്നിയാലോ എന്നാണ് ആ ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ നിപ്പിള് വാങ്ങിയിട്ട്, അല്ല നിപ്പിളല്ല, ആ ഒട്ടിച്ച് വെക്കുന്ന അത് മേടിച്ച് ഒട്ടിച്ച് രണ്ട് സൈഡിലും വെച്ചിട്ട് നിങ്ങൾ ബനിയൻ ഇട്ട് നടന്നാൽ മതി. അതുപോലെ ബെർമുഡ പോലുള്ളത് ഇട്ടിട്ട് നിങ്ങൾ മുണ്ടുടുത്താൽ മതി. വല്ല സ്ത്രീകൾക്കായ ഞങ്ങൾക്കും വല്ലതും തോന്നിയാലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ നല്ല മറുപടി ആവട്ടെ. ആ കുട്ടി നല്ലവണ്ണം പാട്ട് പാടി ഇതാകും. അതിനിട്ട് ഒരുത്തനിട്ട കമന്റ് എന്താണെന്ന് വെച്ചാൽ, ന്യൂ ഇയർ ആയിട്ടെങ്കിലും ഒരു ബ്രാ ഇട്ടിട്ട് തൂങ്ങിക്കിടക്കുന്നു എന്നുള്ള ഇതിലാ പറഞ്ഞത്. ആ കുട്ടി എൻ്റെ മറുപടി കൊടുത്തു, രണ്ട് പ്രസവിച്ച കുട്ടിയാണ്. അപ്പൊ ഇനി അല്ലേലും ആണേലും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അല്ലെ, അവരുടെ ശരീര ഷേപ്പ് അത്. അതിനെ വരെ ആ കുട്ടി പാടുന്ന പാട്ടോ ഇതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്, ബോഡിയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം മനഃപൂർവ്വം ചെയ്തെന്നും കൂടെ ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മറുപടി കൊടുത്തത്. അപ്പൊ എനിക്കൊരു ബിസിനസ് ട്രിക്ക് നിങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഇനി തൊട്ട് വന്ന് പാട്ടിലൊന്നും ശ്രദ്ധിക്കണ്ട, അവിടെ ഇവിടെ ഒക്കെ കാണിച്ച് അങ്ങനെ നിന്ന് ഇങ്ങനെ നിന്നെന്നൊക്കെ പറഞ്ഞ് നിപ്പിളൊക്കെ കാണിച്ച് അങ്ങ് ചെയ്താൽ നല്ല റീച്ച് കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ വന്ന് കണ്ട് റീച്ച് ആക്കിക്കോളുമല്ലോ അല്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. സഖി കെട്ട് ചോദിച്ചതാ കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് പിന്നെ എന്ത് പറയാനാ ഉള്ളത്? എന്ത് വൃത്തികേടാ സത്യം പറഞ്ഞാൽ. നമ്മൾ ചോദിക്കും, അയ്യോ ഇവന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഇതിനെയൊക്കെ പറയേണ്ട അതല്ല, വളരെയധികം ദാരിദ്ര്യമാണിത്. പറഞ്ഞു വിടുമ്പം ശ്രദ്ധിക്കണ്ടേ. സ്വന്തം ഐ ഡി എന്നാണോ ഫേക്ക് ഐ ഡി എന്നാണോ, എൻ്റെ ഐ ഡി എന്നാണേലും മലയാളികളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഇതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊന്നും നന്നായിട്ട് വീഡിയോ ചെയ്യുന്നവരുടെ അടുത്ത് പോയി ഇതുപോലെ ഞരമ്പന്മാർ കളിക്കേണ്ട കാര്യമില്ല. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരും, ഇത് കാണിച്ചു തരും, അവിടം കാണിച്ചു തരും, ഇവിടം കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞു കൂവുന്ന കുറെ ലൈവ് നടക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഒരു ലൈവ് നമ്മുടെ ഇഷ്ടപ്പെട്ട ആരുടെയും ഒരാളുടെ ലൈവ് കണ്ടാൽ ഇങ്ങനെ ലൈവ് തന്നെ പിന്നെ മൊബൈലിൽ വരും. അപ്പൊ കുറച്ചങ്ങ് ലൈവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതേ ഇങ്ങനെയുള്ളവരുടെ ലൈവ് ആയിരിക്കും കാണുന്നത്. അടയ്ക്കൂ, പൈസ അടയ്ക്കൂ, എന്ത് തേങ്ങ അതൊന്നും മനസ്സിലായിട്ടില്ല. ഏതാണ്ട് അടയ്ക്കൂ എന്ന് പറയുന്നത് കേൾക്കാം. അടച്ചേച്ച് എന്തോ മെമ്പർഷിപ്പിൽ കയറി അത് കാണിച്ചു തരും, അത് അങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെ കാണിച്ചു തരും എന്ന് പറയും. അത് ആദ്യമേ തുടങ്ങിയത് പണ്ടത്തെ നിഷാന വ്ളോഗാണ്. അത് ഞങ്ങൾ ഒക്കെ പണ്ട് റിയാക്ട് ചെയ്തിട്ടുള്ള നിഷാന വ്ളോഗിന്. പിന്നെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി ആ പെണ്ണുമ്പിള്ള എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പൊ യൂട്യൂബിൽ അതേ ഉള്ളൂ. ഓ, ഈ അടുത്ത് ഞാൻ വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒന്നും പറയാനില്ല അതേപ്പറ്റി. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ. ഭർത്താവിന് എന്തോ അസുഖമായിട്ട് വയ്യാത്ത ഒരു ഇതാ. അവർക്കാണെങ്കിൽ ഒരു 19 വയസ്സുണ്ട്, ആമ്പിള്ളാരും ഒക്കെ ഉണ്ട്. ബാംഗ്ലൂരാന്ന് തോന്നുന്നു ആമ്പിള്ളാർ. ഇവര് വെറുതെ കിടന്ന് തുള്ളി തുള്ളി ഡാൻസ് എടുത്തിട്ട് പൈസ ഇടെന്ന് പറയുന്നുണ്ട്. ആൾക്കാരാണെ കൊണ്ട് നാണം കെടുത്താൻ വേണ്ടി 1 രൂപ 10 രൂപ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവര് ഈ ഉള്ള എല്ലാം ഇട്ട് കുലുക്കി പറിച്ച്, അവർക്ക് ഡാൻസും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, വെറുതെ അവർക്ക് പ്രായത്തിന് ചേരാത്ത രീതിയിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ. ജനം പൈസ ഇല്ലാ വരുമ്പോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്നാലും വല്ല കുടുംബശ്രീ പണിക്കും അല്ല കുടുംബശ്രീ അല്ല, തൊഴിലുറപ്പിന് പോയാലും ഈ ശരീരം കാണിച്ച് എടുക്കുന്നതിനെക്കാട്ടൊക്കെ അഭിമാനം. നമുക്ക് കിടന്നാ ഉറക്കം വരില്ലേന്നാ ഞാൻ ഓർക്കുന്നത്. തൊഴിലുറപ്പിന് പോയിട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് കിടന്നാ ഉറക്കം വരും. ഇതുപോലെ ശരീരം ഇട്ട് തുള്ളിച്ച് ഡാൻസ് ചെയ്ത് ആൾക്കാരെ കാണിച്ചാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെ ബന്ധുക്കാരെന്ത് വിചാരിക്കും? ഇതൊന്നും ഇവർക്കൊന്നും അങ്ങനെയുള്ളവരൊന്നും ഇല്ലാത്തവരായിരിക്കാം, അല്ലെ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് ജീവിക്കുന്ന, അല്ല പാട്ടിനെയൊക്കെ സ്നേഹിച്ച് അതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ നിപ്പിള് കണ്ടോ, ഇനി തൊട്ട് നിപ്പിള് കാണിച്ച് അപ്പൊ ഒന്ന് ബ്രാ ഇട്ടൂടെ, അത് കാണിക്കുമ്പോൾ റീച്ച് കിട്ടുമെന്ന് കരുതിയാണോ അത് കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം ഓൺലൈനിൽ തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. അവിടെ പോയി അവരുടെ ലൈവിന്റെ കീഴെ മരവാഴ കണക്കിന് നിന്നാ മതി. വെറുതെ എന്തിനീ മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ താഴെ പോയി ഇതുപോലെ. ഏതായാലും ഈ കുട്ടി കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, വായടപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അടപ്പിച്ച് വിടുന്ന ഒരു മറുപടി ആയിപ്പോയി. ഈ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയല്ലേ ഇതിലും നല്ല മറുപടി. എനിക്കാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആ വീഡിയോ റിയാക്ട് ചെയ്തത് കേട്ടോ. ഇങ്ങനെ വേണം പെൺപിള്ളാരൊക്കെ, മോഹത്തടിക്കുന്ന പോലെ പറയണം. പാടാൻ മാത്രമല്ല ആ കുട്ടിക്ക് കഴിവത് തെളിയിച്ച് ഇങ്ങനെ മറുപടിയും പറയണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.